അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുറേ സുഹൃത്തുക്കളായിട്ട് കുറേ കാലം ഉണ്ടായ ആളുകളിൽ കുറേ നല്ല ഭാഗങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ സുഹൃത്തുക്കളാവുക. ചിലപ്പം ചില തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ അതോടുകൂടി പിരിഞ്ഞു പോകും. കാരണം നമ്മൾ ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസിനെ ഇഷ്ടപ്പെടാൻ പറ്റിയുള്ളൂ. യഥാർത്ഥത്തിൽ ക്വാളിറ്റി അല്ല വ്യക്തി അതിനപ്പുറത്താണ്. അപ്പോൾ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയിൽ എന്തുണ്ടാവും? പക്ഷെ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന, വ്യക്തിയുടെ സത്തയിലേക്ക് ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് വളരെ നല്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല ആളുകളും പല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ക്വാളിറ്റീസിന് പ്രവാചകൻ എന്ന ഒരു മനുഷ്യകത്തെ മുഴുവൻ നയിച്ച ഒരു മഹാമനീഷിയായ, മഹാത്യാഗിയായ, മഹാനായകനായ മനുഷ്യൻ, അങ്ങനെ ആ ക്വാളിറ്റിയെ നമുക്ക് ഇഷ്ടപ്പെടാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഇഷ്ടം യഥാർത്ഥത്തിൽ സമ്പൂർണമല്ല എന്നാണ് സൂഫികളായ ആളുകൾ പറയുന്നത്. റസൂലുള്ളാഹി ഒരു മാനദണ്ഡവുമില്ലാതെ നിരുപാധികം, ഒരു ഉപാധിയും ഉണ്ടാകരുതെന്നാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ. യഥാർത്ഥം എന്താ? നിരുപാധികമായ സ്നേഹം, സ്വാഭാവികമല്ല. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയത്തിന് കാരണം നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാരണം നമ്മൾ സ്വാഭാവികമായ സ്നേഹമാണ്. നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ആകണം. പക്ഷെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പനിനീർ പൂവ് പോലെയാണെന്നാണ്. പനിനീർ പൂവിന് ഒരുപാട് മുള്ളുകൾ അതിന് പിറകിലുണ്ട്. ഈ മുള്ളുകൾ ഉണ്ടാകുമ്പോഴേ ആ പനിനീർ പൂവ് ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ആ മുള്ളുകൾ നമ്മളെ സ്പർശിക്കുമ്പോൾ, നമുക്ക് വേദനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്ന് പോരും. നമുക്ക് അതോടുകൂടി അതിൻ്റെ സുഗന്ധവും ആ ദളങ്ങളുടെ മനോഹാരിതയും ആ പൂവിൻ്റെ ശോണിമയും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുകയാണ്. പക്ഷെ അതുകൂടി ഉണ്ടാവുമ്പോൾ ഇതാവുന്നുള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊക്കെ അപ്പുറത്താണ്. ആ വ്യക്തി സത്തയെ ഇഷ്ടപ്പെടുകയാണ്. തസൂഫിൻ്റെ അഹലുകാർ, സൂഫിസത്തിൻ്റെ ആളുകൾ അതിനെക്കുറിച്ച് പറയാറുണ്ട് ഹഖീഖത്ത് മുഹമ്മദി എന്നൊക്കെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. അതൊരു പൊരുളാണ്, പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിക്കാൻ കാരണമായ പൊരുൾ. അപ്പം നമുക്കൊരു മെറ്റീരിയൽ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഇത്തരം വളരെ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നെന്ന് വിചാരിക്കും. പക്ഷെ ചില നമ്മളുടെ മെറ്റീരിയൽ പഠനങ്ങൾക്ക് അപ്പുറത്താണ് പലപ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള അതിമാനുഷ്യനായ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരാളേ ഉള്ളൂ. സൈക്കോളജിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ സൂപ്പർ മൈൻഡ് എന്നൊരു തലത്തിൽ ഒരാളെ ലോകത്തുള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ വ്യക്തിയുടെ ക്വാളിറ്റീസിനെ നമ്മൾ ഇഷ്ടപ്പെടില്ല, ക്വാളിറ്റിക്ക് അപ്പുറത്ത് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ഇഷ്ടത്തെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് അത് ഇത്തിബാ ആണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടതിനെയും നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി സത്തയെ, ആ എസൻസ് പൊരുളുകളുടെ ലോകത്ത് നിന്ന് വരുന്നതാണ്. അതാണ് ഹഖീഖത്ത് മുഹമ്മദി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സൂഫികൾ ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവിയിൽ അതിനെ വല്ലാതെ പ്രശംസിക്കുന്നുണ്ട്. അതിൽ പറയുന്നൊരു ഭാഗമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്, നിരക്ഷരനാണ്. പിന്നെ ഇങ്ങനെ ജ്ഞാനത്തെ ഇഷ്ടപ്പെടുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഫീഹി മാ ഫീഹി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മി എന്ന് പറയുന്ന ഒരു പദം കാവ്യ സമാഹാരങ്ങളായ 1000 ഗ്രന്ഥങ്ങളെ നിഷ്പ്രഭമാക്കുന്നുവല്ലോ. കാരണം അത് അത്രയും ഉന്നതമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയ നമ്മളുടെ പ്രജ്ഞക്ക്, നമ്മുടെ ബുദ്ധിയുടെ തലത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലം. ഇബ്രാഹിമിന് അദ്ദേഹം ഒരിക്കൽ കഅബ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അദ്ദേഹം ബൽഖ് അഫ്ഗാനിസ്ഥാനിൽ അവിടെ എത്താൻ അദ്ദേഹം ഓരോ കാൽവെപ്പിലും പ്രണമിച്ചുകൊണ്ട്, ഓരോ കാൽവെപ്പിലും സുജൂദ് ചെയ്തുകൊണ്ടാണ് കഅബയിലേക്ക് നടന്നത്. അങ്ങനെ അദ്ദേഹം 14 വർഷങ്ങൾ കൊണ്ടാണ് കഅബയിലെത്തിയത്. ഒരു സൂഫി കഥയാണ്, വളരെ പൊരുളുകളുള്ള ഒരു കഥയാണ്. അങ്ങനെ 14 വർഷങ്ങൾ കൊണ്ട് കഅബയിലെത്തിയ നോക്കുന്ന സമയത്ത് അവിടെ കഅബ കാണാനില്ല. ആ സമയത്ത് കഅബ റാബിയത്തുൽ ബസ്രി, റാബിയത്തുൽ അദവിയ എന്ന് പറയുന്ന സൂഫി ലോകത്തെ മഹതിയായ ഒരു സ്ത്രീയുണ്ട്. അവരെ സ്വീകരിക്കാൻ അങ്ങോട്ട് പോയി എന്ന് പറയും. ഒരു കഥയാണ്, പക്ഷെ അതിന് വലിയൊരു പൊരുളുണ്ട്. അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നാ. ഞാൻ ഇത്രയും പ്രണമിച്ചുകൊണ്ട് എൻ്റെ ഓരോ കാൽവെപ്പിലും ഞാൻ സുജൂദ് ചെയ്തുകൊണ്ട് വന്നിട്ട് എന്താണ് എന്നേക്കാൾ മഹത്വമുള്ളൊരു കാര്യം അവർ ചെയ്തത്?
എന്തായിരിക്കും? അങ്ങനെ അദ്ദേഹം റാബിയത്തുൽ അദവിയയുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തത്? അപ്പോൾ അവർ പറഞ്ഞൊരു വല്ലാത്തൊരു പൊരുളുണ്ട്. അവർ പറയുന്നുണ്ട്, എൻ്റെ ഒരു കാൽവെപ്പിലും ഞാൻ സ്വർഗത്തിനെ മോഹിച്ചിട്ടില്ല, എൻ്റെ ഒരു കാൽവെപ്പിലും ഞാൻ നരകത്തിനെ പേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നാഥനായ അള്ളാഹുവിനെ മാത്രം മോഹിച്ചുകൊണ്ടാണ് എൻ്റെ ഓരോ കാൽവെപ്പും. എൻ്റെ ഹൃദയ പ്രാർത്ഥന മുഴുവൻ അതായിരുന്നു. അതിലപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്തൊരു നന്മയുമില്ല. നിങ്ങൾ ചെയ്തതുപോലെ 1000 സുജൂദുകൾ എനിക്ക് പറയാനില്ല, 1000 പ്രാർത്ഥനകളുടെ സമാഹാരവുമില്ല. എൻ്റെ അടുത്ത് പറയാനുള്ളത് മാത്രമാണ്, ഞാൻ മറ്റൊന്നും മോഹിച്ചിട്ടില്ല, അവനെ മാത്രമേ കാംക്ഷിച്ചിട്ടുള്ളൂ. അവരുടെ പ്രാർത്ഥനയിൽ തന്നെ, അവരുടെ പ്രാർത്ഥന പൊതുവെ യൂറോപ്യന്മാരൊക്കെ വളരെയധികം ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. അവർ പറയുന്നുണ്ട്, അല്ലാഹുവേ, നിന്റെ സ്വർഗത്തെ മോഹിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നിന്റെ നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ നീ എന്നെ നരകത്തിലിട്ട് ഭസ്മീകരിച്ച് കളഞ്ഞു. പക്ഷെ നിന്നെ മാത്രം മോഹിക്കുന്ന, നിന്നെ മാത്രം ആഗ്രഹിക്കുന്ന, അത് മാത്രം കാക്ഷിക്കുന്ന എൻ്റെ മുന്നിൽ നീ മറഞ്ഞു നിൽക്കല്ലേ, നിന്റെ ദർശനം മാത്രം നീ എന്നെ തടയല്ലേ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ലാഭനഷ്ടങ്ങൾക്കപ്പുറത്ത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അത് അനിവാര്യമാണ്. അതൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ, സമൂഹത്തിൻ്റെ രീതിശാസ്ത്രത്തിന് ആവശ്യം. അതിനപ്പുറത്ത് ഒരു പ്രണയത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നമുക്ക് നമ്മുടെ അടുത്തേക്ക് പഠിപ്പിക്കപ്പെടാറില്ല. അത് പലപ്പോഴും സൂഫികൾ, റാബിയത്തുൽ അദവിയെ പോലുള്ള, ജലാലുദ്ദീൻ റൂമിയെ പോലുള്ള ആളുകളിലൂടെ നമ്മളിങ്ങനെ പോണ സമയത്ത് നമ്മളിങ്ങനെ വിസ്മയിച്ചു പോകും. അതൊരു മഹാലോകമാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണതയെ നമ്മൾ തിരിച്ചറിയുന്നത്. ആ വ്യക്തിസത്തയുടെ ആ പ്രകാശ രൂപത്തെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലുണ്ടാകുന്ന ഒരു പ്രണയത്തിൻ്റെ ഒരു വല്ലാത്ത അഭിവാഞ്ചയുണ്ട്. എടുത്ത് ഞാൻ അണിയട്ടെ, അങ്ങയുടെ ഒട്ടകം കടന്നുപോയ അവിടുത്തെ മൺതരി എടുത്ത് ഞാൻ എൻ്റെ മുഖത്ത് അണിയട്ടെ. അതിനപ്പുറം എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആ വ്യക്തി സത്തയുടെ മാഹാത്മ്യത്തെ അറിഞ്ഞവരാരും അതൊന്നും മോചനം കിട്ടിയിട്ടില്ല, ആർക്കും മോചനം കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന സൂഫികൾ പറയുന്ന മനോഹരമായൊരു മൊഴിയുണ്ട്. ഒരു വളരെ സുധാമയമായ ഒരുപക്ഷെ ഒരു ഭാവനയായിരിക്കാം. കാരണം സൂഫികൾ പറയുന്നത് പലപ്പോഴും അതിൻ്റെ സാധാരണ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ അസലുകൾ തേടിപ്പോയാൽ ചിലപ്പോൾ പലപ്പോഴും കിട്ടാറില്ല. പക്ഷെ അതിന് വളരെ രസകരമായ ചില അത് മൗലാന അലിമിയാൻ പറയുന്നൊരു ഭാഗമുണ്ട്. ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്ന് പറഞ്ഞ ഹദീസായിട്ട് പറയപ്പെടുന്ന ഭാഗത്തിന് അദ്ദേഹം അതിൻ്റെ സനദുകളൊക്കെ നോക്കിയിട്ട് ഹദീസായിട്ട് എന്നാണ് എല്ലാവരും പറയാറ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നൊരു വശമാണ്. അപ്പൊ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിൽ ആ സംഗതി, ആ ഹദീസിൽ എന്ത് സ്ഖലിതങ്ങളുണ്ട്, അതിൻ്റെ സനദിൽ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു പൊരുളുണ്ട്. മൗലാന അലിമിയാൻ പറയും, അബുൽ ഹസൻ അലി നദ്വി, അതിനൊരു പൊരുളുണ്ട്. ആ പൊരുളിനെ തിരിച്ചറിയലാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുഹ്സിൻ ആ തലത്തിലേക്ക് അന്വേഷകനായ മനുഷ്യൻ തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുകയും ചെയ്യേണ്ടത്. അതിൽ പറയുന്ന ഒരു സുധാമയമായൊരു മൊഴി പറയാണ്. ഈ മേറാജ് യാത്ര വളരെ കവികൾക്കും അതുപോലെ തന്നെ മിസ്റ്റിക്കുകൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലോകമാണ്. അല്ലാമ ഇഖ്ബാൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്ന രസകരമായ കുറേ ഭാഗങ്ങളുണ്ട്. മേറാജിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ സ്വർഗത്തിലെ ഹൂറികൾ ഇങ്ങനെ നിന്ന് പറഞ്ഞു, ടഹരോ സറായ മുഹമ്മദ് ഹംന ജീബർന ദേഖാൻ നഹീ ഹൈ, ഒന്ന് നിൽക്കൂ തിരു റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊന്ന് കൺകുളിർക്കെ കാണട്ടെ. വളരെ വളരെ രസകരമായൊരു ഭാവനയാണ്. അങ്ങനെ പോയിട്ട് പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യം പറയുന്നുണ്ട്. ജിബ്രീലിനോട് ചോദിക്കുകയാണ് അലൈഹിസ്സലാം, അങ്ങക്ക് എത്ര വയസ്സായി? അപ്പം പറഞ്ഞു, വയസ്സ് ഏത് ഗണന പ്രകാരമാണെന്ന് പറയാനറിയില്ല, ഒരു നക്ഷത്രത്തെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാ.